നമുക്കിന്നേ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കണം, അതുപോലെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കണം, ഒരു നല്ലൊരു നാച്ചുറൽ ഷാമ്പു ഉണ്ടാക്കണം. അതിനുള്ളൊരു സാധനം ഉണ്ട് നമ്മളെ തൊടിയിൽ. അത് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ അമ്മ. വീട്ടിലേ പണ്ട് അമ്മ ഇവരൊക്കെ മുടി കറുപ്പിക്കാനും മുടിയുടെ താളി ഒക്കെ ഇതാട്ടോ ഉപയോഗിച്ചിരുന്ന. അവരുടെയൊക്കെ മുടി എനിക്കറിയാലോ. അവരുടെ മുടി എൻ്റെ അമ്മയുടെ മരിക്കണ സമയത്ത് പോലും മുടി നല്ല കറുപ്പായിട്ടാണ്, കട്ട കറുപ്പായിട്ടാണ്. എന്താ അമ്മയ്ക്ക് ചെടിയൊക്കെ കിട്ടിയിട്ടോ. അതിന് നമുക്ക് പനിക്കൂർ കടയിലും വേണം കേട്ടോ, കുറച്ച് ഒരു ഇത്ര ഇല മതി. അപ്പൊ നമ്മള് ഹെയർ ഡൈ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ അതിന് നമുക്ക് കണ്ടോ ഒരു 4-5 ഗ്രാമ്പു മിക്സിയുടെ ജാറിൽ വെള്ളം ഇല്ലാത്തതിൽ വേണം കേട്ടോ, അത് പൊടിക്കാനുള്ളതാണ്. 4-5 ഗ്രാമ്പു വേണം നമുക്ക്. ഇനി ഇതാ കുറച്ച് കരിഞ്ജീരകം വേണം. ഇനി നമുക്ക് 1 സ്പൂണ് ഒലിവയും വേണം. നമുക്ക് ഇത് ചെറുതാക്കിയിട്ട് കത്തിരി കൊണ്ട് ഇങ്ങനെ മുറിച്ചിടണം കേട്ടോ. ഇത് നമുക്കിനി പൊടിച്ചെടുക്കാനുള്ളതാണ്. രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇങ്ങനെ നന്നായി പൊടിക്കണം, വെള്ളം ഇല്ലാത്ത മിക്സിയിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഇടുകയാണ്. തിളക്കേ നമ്മളെ ടോണർ ഇവിടെ റെഡി ആയിട്ടോ. ഒരു 15 മിനിറ്റ് നിങ്ങൾ ഇത് നന്നായി തിളപ്പിക്കണം. വെള്ളം ഇല്ലാത്ത മിക്സിയുടെ ജാറ് എന്നാണ് കേട്ടോ പറഞ്ഞത്, മിക്സി എന്നാ പറഞ്ഞത്. നാവുമ്പിൽ പിഴച്ചതാണ്. അപ്പൊ അതൊരു 10-15 മിനിറ്റ് ഞാൻ തിളപ്പിച്ചു കേട്ടോ, തിളച്ചു. ടോണർ ഒന്ന് ചൂടാറട്ടെ കേട്ടോ. നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ടോണറെ. അപ്പോൾ തണുത്ത നമുക്ക് ഒരു കാണിച്ചു തരണ്ടേ നമ്മളെങ്ങനെ ഇത് ഉപയോഗിക്കുക എന്നുള്ളത്. തണുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളേ കാശ് കൊടുത്തിട്ട് ഹെയർ ഡൈ വാങ്ങിയിട്ട് വെറുതെ വയ്യാവേലിക്ക് ആരും നിൽക്കണ്ട. ഇങ്ങനെ നാട്ടിലുള്ള ചെറിയ സംഭവങ്ങൾ മതി. ഇത് ഞാൻ എടുക്കണത് നീലാമരി പൊടിയാണ് കേട്ടോ. ഇത് നമ്മളുടെ അട്ട ആയുർവേദിക്കിന്റെ ആണ് കേട്ടോ. ഈ നീലാമരിപ്പൊടി കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ അമ്മ കമ്പനി എടുക്കണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരുപാട് വേണ്ട കണ്ടോ, നമുക്ക് കുറച്ചേ വേണ്ട. എൻ്റെ മുടി അധികം നരച്ചിട്ടില്ലേ, അപ്പൊ അതിനുള്ളത് ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് എത്ര വേണമെങ്കിലും അളവിന് ഇതൊന്നുമില്ല കേട്ടോ. നീലാമരി നിങ്ങളുടെ ആവശ്യത്തിനാണ് കേട്ടോ. ഞാൻ ഇപ്പൊ വലിയ ഒരു സ്പൂണാട്ടോ എടുത്തത്. അപ്പൊ നമ്മളിത് ഈ ടോണർ ഇതാ സംഭവം കലക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇത് ചൂടോടുക്കന് വേണം നമ്മൾ നീലാമരിയിലേക്ക് ചേർക്കാൻ കണ്ടോ. ഇത് തന്നെയാണ് നമ്മൾ നീലാമരിയിൽ ചേർക്കണം കണ്ടോ. ഇളം ചൂടോടുക്കനെ വേണം, നമ്മൾ ചൂടാറാൻ പാടില്ല. നീലാമരിപ്പൊടിക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ വേണം നമ്മളിത് കലക്കി വെക്കാന്. കണ്ടോ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കണ്ടല്ലോ, പൊടി ഉപ്പാണ് എടുക്കണത്. കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ല, പൊടിയുപ്പാണെങ്കിലും കുഴപ്പമില്ല. കണ്ടോ ഇത്രേ വേണ്ടുള്ളൂ. ഇനി ആൾക്കാർ അളവ് അറിയാതിരിക്കേണ്ട ചിട്ടാട്ടോ ഞാൻ കാണിക്കണത്. അത് നമുക്ക് ഈ ഒരു ഉപ്പ് കൂട്ടിയാലാണ് നമ്മളെ മുടിയിലേക്ക് ഇത് കറുപ്പായിട്ട് പിടിക്കുക കേട്ടോ. ഇതൊരു ഇളം ചൂടുണ്ട്. ഇത് നന്നായിട്ട് കലക്കിയിട്ട് ഒരു 5-6 മിനിറ്റ്, ഒരു 10 മിനിറ്റ് തികച്ച് നിങ്ങൾ പുറത്ത് വെക്കണം എന്നില്ല കേട്ടോ. അത് ഒന്ന് വെക്കണം നമ്മൾ പുറത്ത്. ഒരു ലേശ സമയം ഇത് പുറത്തിരിക്കട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് കഷ്ടിയേ വേണ്ടുള്ളൂ. ഇത് നമുക്കിങ്ങനെ അടച്ചിട്ട് ഇനി വെക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ ടോണറില് ഇങ്ങനെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിക്കാൻ ആരും മറക്കരുത് കേട്ടോ. എങ്കിൽ നമ്മളെ മുടി വളർച്ച നല്ല ഇരട്ടിയായിട്ട് വളരും. നമുക്ക് നല്ല കറുത്ത മുടിയായിട്ട് വളരും കേട്ടോ, നല്ല തിക്നെസ് ഉള്ള മുടി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ പുറത്തോ ഫ്രിഡ്ജിലോ എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചോളുണ്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ വേണം കേട്ടോ. എങ്കിൽ നമുക്ക് ടോണർ ഉപയോഗിക്കാൻ സുഖം. കണ്ടോ ഇത് അധികം കൊഴുപ്പൊന്നും ഇല്ലാതെ വേണം കേട്ടോ ഉണ്ടാക്കാൻ. ഒരുപാട് ടൈറ്റിലൊന്നും ഉണ്ടാക്കരുത്. കണ്ടോ കാണാല്ലേ, ഇത് ഒഴിക്കുമ്പോ നിങ്ങൾക്ക് കാണാല്ലേ, നല്ല ലൂസിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ. ഒരുപാട് ഇല എടുക്കരുത്. ഞാൻ ഇടുന്നത് വീഡിയോ ചെയ്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എത്ര ഇലയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രേ പാടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കുക എങ്ങനെ കാണിച്ചു തരാം. കണ്ടില്ലേ കണ്ടോ നമ്മളെ കയ്യിലേക്ക് വരണുണ്ടോ. എന്നാ പോലെ നമ്മളെ മുടിയിലേക്ക് നമ്മളിത് മുടി അഴിക്കുക. കണ്ടോ മുടിയിൽ ഇതാക്കുക. കണ്ടോ കയ്യിലേക്ക് പിടിക്കട്ടെ.
ഇത് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം കുളി കഴിഞ്ഞിട്ട് കേട്ടോ ഈ ടോണർ നമ്മൾ ഉപയോഗിക്കുക. കുളി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടോണർ ഉപയോഗിക്കുക. രാവിലെയും ഉപയോഗിക്കാം, വൈകുന്നേരം ഉപയോഗിക്കാം. കാരണം ഇതിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്, ഉലുവ, കരിഞ്ജീരകം, വയനയില, എത്ര സാധനങ്ങളാട്ടോ ഇതില്. അപ്പൊ ഇത് നമ്മളെ മുടിക്ക് നല്ല മുടി ഗ്രോത്തിൽ വളരാൻ ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ മസാജ് ചെയ്യണം. എല്ലാവരും ഇത് നല്ല മസാജ് ചെയ്യണം, എങ്കിലാണ് നമ്മള് ഹെയർ ഗ്രോത്ത് കൂടുകയൊക്കെ ഉള്ളൂ. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും എല്ലാത്തിനും വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ മസാജ് കൊടുക്കണത്. നല്ലോണം ഒരു 5 മിനിറ്റ് 2 നേരം മുടി കൂടൊക്കെ കളഞ്ഞ് നമ്മൾ ചീന്തിയതിന്റെ ശേഷം ഇങ്ങനെ ടോണർ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്ത് മുടി രാത്രിയാണെങ്കിൽ മുകളിലേക്ക് കെട്ടിവെക്കണം. പകലാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഉണങ്ങിയതിന്റെ ശേഷം മാത്രം, ഉണങ്ങാതെ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അയ്യോ ഞാൻ ടോണർ ഉപയോഗിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഉണങ്ങാത്ത മുടി കെട്ടിവെച്ചാൽ നിങ്ങളുടെ മുടി എല്ലാതും കൂടി നശിച്ചു പോകും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. കുളി കഴിഞ്ഞാലും ടോണർ ഉപയോഗിച്ചാലും സിറം ഉപയോഗിച്ചാലും എന്തുപയോഗിച്ചാലും നമ്മളെ മുടി നന്നായി ഉണങ്ങണം. ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ കായ, മുടിയുടെ തലപ്പ് പൊട്ടിപ്പോവുക, നമുക്ക് ചീർപ്പടക്കം മുടിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മുഴുവൻ കൊഴിഞ്ഞു പോകും. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത് നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു താളി ഞാൻ ഉണ്ടാക്കി തരാം, ഷാമ്പു കേട്ടോ. അത് നമ്മൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നമ്മള് ഈ ഇല കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുകയാണേ. അപ്പൊ ഇല എല്ലാവരും ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിടണം കേട്ടോ. അത് ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് അരക്കാനുള്ള സൗകര്യത്തിനാണ്. പണ്ട് നമ്മൾ കല്ലിൽ ഉരയ്ക്കണ ഒരു സംഭവം അല്ലേ, ഉരലിൽ ഇടിക്കണ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ എല്ലാം മിക്സിയിലാവുമ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കേട്ടോ. ഈ ചെറുതാക്കി മുറിക്കണത് അല്ലാതെ ഇപ്പൊ ഇതിലൊന്നുമില്ല. ഇത് നമ്മൾ ഡൈ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു താളി, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ താളിയിലെ മുടി കറക്കാനുള്ള സംഭവം തന്നെ നമ്മൾ ചേർക്കണം. കണ്ടോ, പനിക്കൂർക്കടയില ഒരു 3-4 ഇല കേട്ടോ. ഞാൻ പിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടില്ല അല്ലെ, കുഴപ്പമില്ല. അതുണ്ടോ 3-4 ഇല പനിക്കൂർക്കടയില നമ്മൾ ആദ്യം ചേർത്ത്, വയനടയില 3-4 പനിക്കൂർക്കടയില, പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂവ്. ഇതെല്ലാം നമ്മളെ മുടി സ്വാഭാവികമായ കറുത്ത നിറം നിൽക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വാങ്ങിക്കൊണ്ടുവരുന്ന കണ്ണി കണ്ട ഡൈ തേച്ചിട്ട് നമ്മളെ കരിമംഗലം, പിന്നെ മുഖത്ത് സ്കിന്നിൽ അലർജി, എന്തൊക്കെ ഒരു തൊയിരക്കട ആൾക്കാർക്ക് അല്ലേ. പക്ഷേങ്കിൽ ഇതിന് ആർക്കും ക്ഷമയില്ല. കാരണം ഇത് നിങ്ങൾ ഒറ്റ യൂസിൽ ഇത് കറുത്ത് കിട്ടില്ല. ഇത് നിങ്ങൾ ഇതിന്റെ ഹെയർ ടോണർ നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതേപോലെ നമ്മൾ ഇതേപോലെ താളി നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം, മനസ്സിലായല്ലോ. താളി നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം. അതുപോലെ ഡൈക്കുള്ള ഈ സംഭവം നമ്മൾ ഇതന്നെയാണ് കേട്ടോ. ഇതും വയനയുടെ ഇല തിളപ്പിച്ച വെള്ളം, കരിഞ്ജീരകം, ഉലുവ, അത് 3 കൂടി ഞാൻ ചേർത്തിട്ട് നിങ്ങൾ കണ്ടതല്ലേ. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ ഇത് അരയ്ക്കാനായിട്ടോ. അധികം തോനെ വെള്ളത്തിൽ കൂട്ടി അരയ്ക്കരുത്. ഇനി ഞാനിത് അരച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ താളി നമ്മൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടതല്ലേ. വയനയില തിളച്ച വെള്ളം, ജീരകം എന്ന് പറഞ്ഞ കരിഞ്ജീരകവും ഉലുവയും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി കൂട്ടിയായിരിക്കാണ് നമ്മൾ താളി അരച്ചത്. ഇതിൽ നമ്മൾ എന്താ ചേർത്തന്ന ചേച്ചി, അതിൽ എന്താ ചേർത്ത, അല്ലെങ്കിൽ അമ്മ എന്താ ചേർത്തെന്ന് ആരും മുഴുവൻ കാണില്ല. സത്യത്തിൽ നിങ്ങൾ കണ്ടോളൂ. ഇതിൽ ചെമ്പരത്തിപ്പൂവ്, പനിക്കൂർക്കടയില, വയനയില, ഇത് 3 കൂടി കൂടിയിട്ടുള്ള താളിയാണത്. കാരണം നമ്മളിന്ന് ഹെയർ ഡൈ തേക്കണ ദിവസമാണ്. അപ്പൊ ഹെയർ ഡൈ തേക്കുമ്പോൾ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് നിർബന്ധമുള്ളവർക്ക് ഈ താളി മാത്രം തേച്ച് കുളിക്കാം. കാരണം ഈ താളി തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടി കൂടുതൽ കറുത്ത് വരിക ചെയ്യുക. അപ്പൊ നമ്മളിത് ഹെയർ ഡൈ ഇതാ നമ്മൾ കലക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. കണ്ടോ കളറ് നോക്ക്. അപ്പൊ നമ്മളുടെ കരിഞ്ജീരകം, ഉലുവ, വയനയില, ഇതിന്റെയൊക്കെ എസൻസ് ഇതിലേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ നീലാമരിപ്പൊടി മാത്രമേ കലക്കിയിട്ടുള്ളൂ. നോക്കുക, നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലമുടിയിൽ തേക്കാം. ഞാനൊരു ഡൈ തേക്കണ ബ്രഷ് ഉണ്ട്, അത് എടുത്ത് കൊടുത്തിട്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ ഹെയർ ഡൈ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അധികം എണ്ണ ഇല്ലാത്ത മുടിയിൽ വേണം ഈ ഡൈ തേക്കാൻ കേട്ടോ. ഈ ഡൈ തേക്കുമ്പോൾ നിങ്ങളെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാലോ, സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ കേട്ടോ. ഈ സംഭവം ഈ ടോണർ നിങ്ങൾക്ക് മുടിയിലേക്ക് എന്താ പറയുക, 2 നേരം ഉപയോഗിക്കാനും എടുക്കാം, ഡൈ ഉപയോഗിക്കാനും. ഡൈ കലക്കാൻ ഈ വെള്ളം കേട്ടോ
മനസ്സിലായല്ലോ? അത് നിങ്ങൾ അന്നന്ന് പുതുത് ഉണ്ടാക്കിയാലും വേണ്ടില്ല, ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാലും വേണ്ടില്ല. പക്ഷെ നീലാമരിപ്പൊടി നിങ്ങൾ ആ തേക്കണേന്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ മാത്രമേ കലക്കാൻ പാടുള്ളൂ നീലാമരിപ്പൊടി. അതിൽ കലക്കുമ്പോൾ ഒരു പിഞ്ച് ഉപ്പിടാൻ ആരും മറക്കരുത്. എങ്കിലാണ് നമ്മളെ മുടിയിൽ നിന്ന് ഈ കറുപ്പ് പോവാതെ നിലനിൽക്കുള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ കഴുകി കളയുമ്പോൾ ആർക്കും ഇതിൽ ഒരു വൃത്തികേടും ഇല്ല. ആരും ഇത് ഷാമ്പു തേച്ച് കഴുകരുത്. പിന്നെ അവിടെ ചൊറിയണു ഇവിടെ ചൊറിയണു എന്നുള്ള പരാതിയാണ് ആൾക്കാർക്ക്. ഈ കെമിക്കൽ ഡൈ തേച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് കറക്കണം, അതൊന്നും നടക്കില്ല നമ്മളെ ആയുർവേദങ്ങൾ കേട്ടോ. ഇത് നമ്മൾക്ക് എന്താ, നിങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, മാസത്തിൽ 4 പ്രാവശ്യമല്ലേ വേണ്ടുള്ളൂ, എങ്കിലും നിങ്ങൾക്ക് ആസ്പത്രിയിൽ ഡോക്ടറെ അടുത്ത്, സ്കിൻ ഡോക്ടറെ അടുത്ത് കൊണ്ടിട്ട് പൈസ കൊടുക്കണ്ടല്ലോ. എല്ലാവരും അത് ശ്രദ്ധിച്ച് ചെയ്യണം. ആർക്കും ഇപ്പൊ ഒന്നും സമയമില്ലായാണ് എന്തിനും അല്ലേ. പക്ഷെ കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കണം. നമ്മളെല്ലാം നോക്കാൻ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം മുടിയിൽ തേക്കാൻ. അപ്പൊ ഇത് തേച്ചിട്ട് നിങ്ങളൊരു 2 മണിക്കൂർ നേരെ ഇരുന്നിട്ട് കഴുകി കളഞ്ഞാലേ മുടി കറുപ്പ് വരുള്ളൂ. അപ്പൊ നല്ല പൊടി എടുക്കാനും നോക്കണം കേട്ടോ. നീലമരിയുടെ നല്ല കമ്പനി ബ്രാൻഡ് പൊടി നിങ്ങൾ എടുക്കാനും നോക്കണം. അപ്പൊ ഇതെങ്ങനെ കറുപ്പിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരികയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഇതൊരു പാകതയിൽ തേച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഒരുപാട് വാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിലൊരു കണക്കിലാണ് നമ്മളെ മുടിയിൽ പിടിക്കുള്ളൂ. അല്ലാത്ത നമ്മൾ കഴുകി കളഞ്ഞാൽ പോണുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് ഷാമ്പു തേച്ച് കഴുകി കളയരുത്. പക്ഷെ നമ്മളുടെ ചെമ്പരത്തിപ്പൂവ്, പനിക്കൂർക്കട ഇല, പിന്നെ അതേപോലെ നമ്മളുടെ ഈ ടോണറിലാണ് നമ്മളത് അരച്ചണത്. കണ്ടില്ലേ നിങ്ങൾ എന്തിലാ അരച്ചണതെന്ന്? ഇത് 3ഉം കൂടി നിങ്ങൾ ഉപയോഗിക്കുക വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ മുടി നല്ല കട്ട കറുപ്പാവും. നിങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം മുടി കറുപ്പിച്ചാൽ മതിയാവും. അല്ലാതെ നിങ്ങൾ ഇത് ഷാമ്പു തേച്ച് കഴുകി കളയുക, അതുപോലെ 2 മണിക്കൂർ വെക്കാതെ കഴുകി കളയുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫലം കിട്ടില്ല. ദയവ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾ കട്ട് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ചുക്ക, മുളക്, തിപ്പലി എന്ന് പറഞ്ഞിട്ട് കടയിൽ പോയിട്ട് പണ്ട് സാധനം വാങ്ങുമ്പോൾ ചുക്കു, മുളകു, തിപ്പലി അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആയി മാറും നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കേട്ടോ. മനസ്സിലായല്ലോ? ഇനി ഇത് ഞാൻ കണ്ണാടി നോക്കിയിട്ട് വേണം നേരെ തേക്കാൻ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ ഡെമോ. പക്ഷെ ഇതിന്റെ മുടിയിൽ ഇന്ന് ഞാൻ തേക്കേണ്ട ദിവസമായിട്ടാണ്. അപ്പോ എല്ലാവരും ഇത് തേച്ച് നോക്കണം. ഇത് തേച്ചിട്ട് എനിക്കിപ്പോ കഴുകിയിട്ട് കാണിച്ചു തരാൻ സമയം ഉണ്ടാവില്ല. ഇതാ നമ്മളെ അത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, തേക്കാനുള്ള ഷാമ്പു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആയുർവേദിക് ഷാമ്പു കണ്ടല്ലോ. ഇതെന്ത് പതേ നോക്കൂ. ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ മുടി കറുപ്പിക്കുന്ന ദിവസം മാത്രം ഷാമ്പു ഉപയോഗിക്കരുത്. മുടി കറുപ്പിക്കാത്ത ദിവസം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയാം കേട്ടോ. സാധാരണ നിങ്ങൾ ഈ മുടി കറുപ്പിക്കാത്ത ദിവസം ഇതിൽ ഷാമ്പു കൂട്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത ദിവസങ്ങളിൽ ഷാമ്പു കൂട്ടാതെ വേണം ഇത് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ മുടിയുടെ കറുപ്പ് കുറച്ച് നമുക്ക് കമ്മിയാവും. കാരണം ഷാമ്പു കുറച്ചും കൂടി കഴുകി കളയും, ഡീപ്പായിട്ട് കഴുകി കളയും. അത്ര വേണ്ട, നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാനുള്ള സംഭവം നമ്മൾ ഈ തലയിൽ തേച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി ഞാൻ ഒന്നുകൂടി നേരെ തേക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. എന്റെ മുടിയിൽ ഒരുവിധമൊക്കെ ഞാൻ തേച്ചു കേട്ടോ. ഒരുവിധമൊക്കെ ഞാൻ കണ്ണാടി നോക്കിയിട്ട് അതിന്റെ സത്യം പറഞ്ഞ അങ്ങടെ ഇഴകളിലേക്ക് ഒന്നും നരപ്പില്ല. എന്റെ ഈ വകച്ചിലിന്റെ അധികനെ നെറ്റി മുടി അത്രയൊക്കെ ഉള്ളൂ എനിക്ക് നരപ്പ്. അപ്പൊ ഞാൻ അതിലൊക്കെ ഇത് നന്നായി തേച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാല്ലേ, നോക്കൂ, നന്നായി തേച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടതിന് ശേഷം എന്റെ മുടി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്രണ്ട് നരപ്പ് പോയിക്കൊണ്ടെന്ന് നിങ്ങൾ പറയണം. അപ്പൊ എന്താ, ഇനി ഞാൻ കുളിച്ച് വന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഇനി ഒരു 2 മണിക്കൂർ അടുക്കളയിലെ പണികളൊക്കെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇതിലിനി ഒന്നും പറയണ്ട, ഞാനൊരു ഇത് കെട്ടി വെക്കും. ഒന്നുമില്ല, എനിക്ക് എന്താ പറയുക, ക്യാപ്പ് ഒന്നുമില്ല. അത് കാരണം ഞാനൊരു പ്ലാസ്റ്റിക് കവർ കെട്ടി വെച്ചിട്ട് ഉപ്പേരിയും കറിയും ഒക്കെ വെക്കട്ടെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ കുളിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ കുളിച്ച് വന്നിട്ട് പിന്നെ ടോണറും ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കഴിയട്ടെ കേട്ടോ, പണിയൊക്കെ എടുക്കട്ടെ. കുളിച്ച് വന്നിട്ട് നമുക്ക് ഇനി സംസാരിക്കാം. അപ്പൊ അമ്മ കുളിച്ചൊക്കെ വന്നുട്ടാ. അപ്പൊ ഇനി മുടി കറുത്തണമെന്ന് നിങ്ങൾ പറയും. അപ്പൊ പിന്നെ അതിന്റെ മുന്നേ അമ്മ പറയട്ടെ, സ്വാഗതം പറയാൻ അമ്മ വയനയില എടുക്കാൻ പോണോട് കൂടിയിട്ടേ അത് പറഞ്ഞു എന്നുള്ള ധാരണയിൽ അങ്ങനെ ഈ വഴി സുഖമില്ല. അപ്പൊ തട്ടി തടഞ്ഞ് വീഴുവോന്ന് പേടിച്ചിട്ട് അമ്മ സ്വാഗതം പറയാതെ അങ്ങനെ പോയി. അപ്പൊ ഇനിയിപ്പൊ പറയാണ് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ, കൂട്ടത്തിലെ ബെല്ലൈക്കൻ അമർത്തണം കേട്ടോ. എന്നാലെയാണ് നമ്മുടെ വീഡിയോസ് എന്നും നിങ്ങൾക്ക് കാണുള്ളൂ. ഓൾ എന്നൊരു ഓപ്ഷൻ വരുമ്പോൾ അതിലും കൂടി എനേബിൾ ചെയ്താലേ ഉള്ളൂ. അപ്പൊ അമ്മ മുടി അഴിക്കട്ടെ കേട്ടോ. നിങ്ങൾ കാണാതെ അപ്പൊ കുളിച്ച് വന്നെന്നാണ് അമ്മേ മുടിയൊക്കെ കീറണാട്ടോ. അപ്പൊ നമ്മുടെ മുടി കണ്ടോ, ഇങ്ങനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കുറെ കറുത്ത് കിട്ടുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ഇപ്പൊ ഓരോന്ന് വെളുത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കണ്ടോ മുഴുവൻ, എന്നാലും കുറെയൊക്കെ അല്ലേ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കളർ മാറിയിട്ടുണ്ട്. കാരണം അമ്മ പനിക്കൂറിന്റെ ഇല, ചെമ്പരത്തിയുള്ള താളി പോലും തേച്ചു കേട്ടോ. താളിയും കൂടിയാണ് തേച്ചു. അപ്പൊ പിന്നെ എല്ലാം കൂടി ആകുമ്പോ നമുക്ക്
മുടി കറുത്തിട്ടും. പിന്നെ നമുക്ക് കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അതിന്റെ ടോണർ ഉണ്ടാക്കിയപ്പോൾ അത് യൂസ് ചെയ്യുന്നത് കാണിച്ചു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കാണിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ട് മുടി ഞാൻ ഇപ്പൊ കൂടർത്തിട്ടൊന്നുമില്ലല്ലോ, നിങ്ങളൊക്കെ കണ്ടല്ലേ, കുളിച്ച് വന്നിട്ടല്ലല്ലോ. അപ്പൊ കൂടൊക്കെ കളഞ്ഞതിന് ശേഷം അമ്മ ഈ ടോണറും കൂടി യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങളും ഈ ടോണർ യൂസ് ചെയ്യണം. വിറ്റാമിൻ ഇ ഒക്കെ പൊട്ടിച്ചിട്ടുള്ള എന്താ പറയാ ക്യാപ്സൂളൊക്കെ ഇട്ടിട്ടുള്ള ടോണർ ആവുകൊണ്ട് മുടി നന്നായി കറുത്ത് പുകഞ്ഞ് തളച്ചു പൊളച്ച് എന്താ അതിന് പറയാ, അങ്ങനെയും മുടി വളരും കേട്ടോ. അപ്പൊ ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.